നമസ്കാരം, എല്ലാവർക്കും സത്തൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്തൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അവൽ മിൽക്കാണ്. എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇവിടെ ഞാൻ നമ്മൾ ചുവന്ന അവൽ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു വരുന്ന ഒരു പാകത്തിൽ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നട്ട്സാണ്. ഇവിടെ ഞാൻ പിസ്ത, ബദാം, കശുവണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി കൂടെ എടുക്കാം. അതൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തണുപ്പിച്ച പാലാണ്. അതേപോലെ തന്നെ പഴം. ഞാനിവിടെ 2 പഴം, ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാളയംകോടൻ പഴമായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ഉടച്ച് വെക്കാം. മധുരം അവരവരുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐസ്ക്രീം വേണം, ചെറീസ് വേണം. അപ്പോൾ നമുക്ക് ഈ അവൽ മിൽക്ക് ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യത്തെ ലെയർ നമ്മൾ പഞ്ചസാര ചേർത്ത് ഉടച്ച് വെച്ചിരിക്കുന്ന പാളയംകോടൻ പഴം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഒരു ലെയറായിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് പഴത്തിൻ്റെ കൂടെ. പിന്നെ വേണ്ടത് നമ്മൾ അടുത്ത ലെയറായിട്ട് നട്ട്സാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ബദാം, പിസ്ത, അതേപോലെ തന്നെ കശുവണ്ടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി കൂടി ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് അടുത്ത ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ നട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് നമ്മൾ മൊരിച്ച് വെച്ച, അതായത് വറുത്ത് വെച്ച അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ട അരിയുടെ ചുവന്ന അവലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അവൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് വീണ്ടും ബാക്കിയുള്ള ഒരു 2-3 ടീസ്പൂൺ പാളയംകോടൻ പഴം ഉടച്ചത് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ സെർവിങ് ഗ്ലാസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഴം ഉടച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കുക. നല്ല തണുത്ത പാൽ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ തണുത്ത പാല് ചേർത്തതിന് ശേഷം നമ്മൾ ഈ ലെയറാക്കി വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാല് താഴെ ഉള്ള ലെയർ വരെ, അതായത് നമ്മളുടെ പാളയംകോടൻ പഴം വരെ റീച്ച് ആവണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സെർവിങ് ഗ്ലാസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് പാൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ മുഴുവനായിട്ടും പാൽ ആഡ് ചെയ്യരുത്, കാരണം നമുക്ക് മുകളിൽ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് വെക്കണം. അതിൻ്റെ ഒരു സ്പേസ് വിടുക. പിന്നെ വീണ്ടും നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം റിച്ച് ആക്കാൻ പറ്റുമോ അതുപോലെ ചെയ്യുക. ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് വെക്കുക. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ ചെറി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മലബാർ സ്പെഷ്യൽ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സത്തൻ മെനു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി കുക്കിംഗ്.